സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ അങ്കണവാടിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവമാണ്. കുട്ടികൾ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. കണ്ടനാട് JBS LP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. കണ്ടനാട് നിന്ന് ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, വലിയ രീതിയിൽ ഒരു ഭയപ്പെടുത്തുന്നൊരു സാഹചര്യമായിരുന്നല്ലോ. കാരണം കുട്ടികൾ അവിടെ എത്തിയില്ല, അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. എന്താണ്, കാലപ്പഴക്കമാണോ ഈ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീഴാനുള്ള കാരണം? ടോം, കാലപ്പഴക്കം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഇതാണ് കണ്ടനാട് JBS സ്കൂളിൽ ഇപ്പോൾ LKGയും അതോടൊപ്പം തന്നെ അംഗനവാടിയും പ്രവർത്തിച്ചിരുന്ന ആ കെട്ടിടം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും, ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ തൂണുകളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ തൂണുകളെല്ലാം പഴക്കം കൊണ്ട് തന്നെ, കാലപ്പഴക്കം കൊണ്ട് തന്നെ ഈ തൂണുകളെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. ഏത് സമയവും ബാക്കിയുള്ള അതിൻ്റെ കെട്ടിട ഭാഗങ്ങൾ കൂടി ഏത് സമയത്തും ഇടിഞ്ഞു വീഴും എന്നുള്ളൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇതിനകത്ത് ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം. അത് വളരെ പെട്ടെന്ന് ഇത് ഒരു നിമിഷം കൊണ്ട് ഇത് മുഴുവനായിട്ട് തന്നെ മേൽക്കൂരി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഇവിടെ അങ്കണവാടിയിലും 6 കുട്ടികളും അതോടൊപ്പം തന്നെ LKG അവിടെയും 6 കുട്ടികളുമാണ് ഉണ്ടായത്. അങ്ങനെ 12 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ക്ലാസ് തുടങ്ങുന്നതിന് അല്പസമയം മുൻപ്, അതിനു മുൻപായിരുന്നു അവർ ഈ കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്ന്, സത്യത്തിൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. കാരണം അത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഈ ദൃശ്യങ്ങൾ കാണുക, മേൽക്കൂര മുഴുവനായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വന്നിരുന്നു. ഇതിനകത്തായിരുന്നു ആ കുരുന്നുകൾ വന്നിരിക്കേണ്ടത്, പഠിക്കേണ്ടതെല്ലാം. ഇവിടെ അധ്യാപകരുണ്ടായിരുന്നു, അനധ്യാപകരുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ആ ക്ലാസ് സമയത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരുന്നില്ല ഈ ഒരു സമയം ഉണ്ടാകുക. വലിയ രീതിയിലേക്ക് ആ ഒരു ദുരന്തത്തിലേക്ക് അത് മാറുമായിരുന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് JBS LP സ്കൂൾ. അതിനുശേഷം അവിടെ അപ്പുറത്ത് പുതിയ കെട്ടിടം പണിത് അവിടേക്ക് മാറുകയും ചെയ്തു. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിലായിരുന്നു ഈ അംഗനവാടിയും അടക്കം ഇവിടെ എല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം ഇത് പലതവണ ഇത് അറ്റകുറ്റപ്പണികൾ നടത്തണം, അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്, ഇവിടെ ഉണ്ടായിരുന്നത് സ്കൂളിലെ ലിസ്റ്റ് ചേച്ചി ആയിരുന്നു. ലിസ്റ്റ് ചേച്ചി വളരെ പെട്ടെന്ന് ഇതിനകത്തേക്ക്, ഇവിടെ ശബ്ദം വരുന്ന കേട്ട വളരെ പെട്ടെന്ന് മാറിയിരുന്ന് ചൂലുമായിട്ട് ഇതിനകത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. നമുക്കൊപ്പം ലിസ്റ്റ് ചേച്ചി കൂടി ഉണ്ട്. അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ എന്നൊക്കെ പറയാൻ പറ്റും. ഞാൻ 9:15 ആയപ്പോഴത്തേനും ഇവിടെ വന്നു. അംഗൻവാടി തുറന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർ വന്നു തുടങ്ങിയപ്പോഴത്തേനും ക്ലീൻ ചെയ്ത് വരാണ്ട ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോഴത്തേനുമാണ് ടീച്ചർ അപ്പുറത്തുനിന്ന് വന്നത്. സ്റ്റേഷൻ പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് പെട്ടെന്ന് ഒരു സൗണ്ട് ഞങ്ങൾ കേട്ടത്. സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ഞാൻ എങ്ങോട്ടേക്ക് ഓടേണ്ടതെന്നായിപ്പോയി. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞൊരു ഒച്ച ഞങ്ങൾ കേട്ടത്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് പോകാൻ ഇങ്ങോട്ടേക്ക് ഞാൻ ഇവിടുന്ന് ചാടി, ഇവിടുന്ന് വീണ് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പോഴത്തേനും സംഗതി നിലം പൊത്തിയായിരുന്നു. സെക്കൻഡ് കൊണ്ട് നിലം പൊത്തി. ടീച്ചർമാർ എങ്ങോട്ടേക്ക് പോയെന്ന് പോലും ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് കണ്ണുപോലും അറിയാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. കണ്ണിൽ ഇരുട്ട് കയറിയപ്പോൾ ഞാൻ കിളിയിൽ വിറയ്ക്കുമായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് പേടിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞും വരുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കയറ്റില്ല. അവിടെ ഞങ്ങളവിടെ നിൽക്കുകയോ ചെയ്തത്. ഞാൻ 2016 ഇവിടെ ജോലിക്ക് ചെയ്തത്. ഞാൻ വേറെ അംഗൻവാടിയിലായിരുന്നു. ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ പഞ്ചായത്തിൽ പല പ്രാവശ്യം അപേക്ഷയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുള്ള ആരും ശ്രദ്ധിക്കാറില്ല. നമുക്ക് എപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലേ കുട്ടികൾ ഇതിനകത്ത്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ദൈവത്തിനൊരു വലിയ കൃപ കൊണ്ടാണ് എൻ്റെ മക്കൾ ഇതിനകത്ത് ഇല്ലാഞ്ഞതും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം, ഞാനും പോകുമായിരുന്നു, എൻ്റെ മക്കളും എല്ലാം ഇന്നത്തെ തീർന്നു പോയാൽ ഞങ്ങൾ അതുപോലെയുള്ള അവസ്ഥയിലായിരുന്നു. കുഞ്ഞുങ്ങളാരും വന്ന് പെടാഞ്ഞത് വലിയൊരു ദൈവകൃപയാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും രക്ഷപ്പെട്ടത്. പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാരെല്ലാവരും തന്നെ ഇവിടെ വരുവെടുക്കുകയൊക്കെ ചെയ്തു. പല സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടും പോയിട്ടുണ്ട്. മറുപടി ഒന്നും പറഞ്ഞില്ല. അലിച്ചേച്ചിയുടെ വാക്കുകളിലുണ്ട് അവർ കുട്ടികളോട് എത്രമാത്രം ഒരു അടുപ്പം പുലർത്തുന്നത്. എൻ്റെ കുട്ടികൾ വരുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയുന്നു. എൻ്റെ കുട്ടി ഒരാൾ വന്ന് പുറത്ത് നിൽക്കുന്ന സമയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം ഒരു അടുപ്പം അവരോടെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ ഞെട്ടൽ വളരെയധികം കൂടുതലാകുന്നത്. കാരണം തൻ്റെ കുട്ടികൾ എല്ലാം ഇവിടെ എത്തുന്ന ഒരു സമയത്ത് ആണിത് സംഭവിക്കുന്നത്. എങ്ങനെയെങ്കിലും എല്ലാവരും തന്നെ രക്ഷപ്പെട്ടല്ലോ എന്നൊരാശ്വാസത്തിനിടയ്ക്കും അവർക്ക് ആ ഒരു പകപ്പിൽ നിന്ന് മാറിയിട്ടില്ല. നമുക്ക് അവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങളെല്ലാം തന്നെ നാളെ നിശ്ചയിച്ചിരിക്കും.
സന്തോഷിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി വാങ്ങിക്കൂട്ടിയ അലങ്കരിക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളുമെല്ലാം തന്നെ ഉണ്ട്. നാളെ ആഘോഷം നടത്തുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അത്തരമൊരു ആഘോഷം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. പക്ഷേ അതിന് മുൻപാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് തന്നെ ഇതെല്ലാം ഈ രീതിയിലേക്ക് കലാശിച്ചതുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് തന്നെയാണ് ടോം ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇതൊട്ടും സുരക്ഷിതമല്ല എന്നവർ പറയുന്നതിനകത്ത് നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ പോലും ഇതൊട്ടും സുരക്ഷിതമല്ല. കാരണം ഇതിൻ്റെ തൂണുകളെല്ലാം തന്നെ ഇളകി നിൽക്കുന്നൊരവസ്ഥയാണ് നേരത്തെ കാണിച്ചതുപോലെ. ഏത് സമയത്തും ഇത് ബാക്കിയുള്ള ഒരു അസ്ഥിവാരം എന്ന് പറയാവുന്നൊരു ഘട്ടത്തിൽ സ്ഥിതിയിലാണിപ്പോൾ. അത് ബാക്കി കൂടി ഏത് സമയത്തും കൂടി തകർന്ന് താഴേക്ക് വീഴാവുന്ന ഒരവസ്ഥയാണ്. മുകളിൽ പൊടിഞ്ഞു നിൽക്കുന്നതും ആടിത്തൂങ്ങിയതുമായ ഓടും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ചട്ടവും ഈ ഓട് താങ്ങിയിരുന്ന ചട്ടവും എല്ലാം തന്നെ ബാക്കി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു അവസ്ഥ. ഇതിനകത്ത് ആരും പെടാതിരുന്നത് അത്ര തന്നെ ഭാഗ്യം എന്നെല്ലാം തന്നെ നമുക്ക് പറയാം. കാരണം കുട്ടികൾ വരുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ഇത് സംഭവിക്കുന്നത്. ഭാഗ്യം കൊണ്ട് അവരെ ഇതിനകത്തേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കൂ. നേരത്തെ ലിസ് ചേച്ചി പറഞ്ഞതുപോലെ പലതവണ പരാതികൾ പറഞ്ഞിരുന്നു. പലതവണ പലരോടും തന്നെ ഇതിന് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് അനുകൂലമായ യാതൊരുവിധ നടപടിയോ മറുപടിയോ ഉണ്ടായില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ. തീർച്ചയായും ഡാനി, നമുക്കറിയാം ഇതുപോലൊരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നടപടികൾ ഉണ്ടാകുന്നത്. ഇവിടെ ഭാഗ്യം കൊണ്ട് വലിയ ദുരന്തം സംഭവിച്ചില്ല. പക്ഷെ ആ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ആ സ്ഥലം നഷ്ടപ്പെടുന്നു, ആ ക്ലാസ് മുറി നഷ്ടപ്പെടുന്നു, ഇനി അവരുടെ പഠനം എവിടെയാണ്, ഇത്തരം പല ചോദ്യങ്ങൾ അവിടെ ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുൻപ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്നാണ്. കാരണം പഞ്ചായത്ത് മെമ്പറുടെ അടുത്തും പഞ്ചായത്ത് അധികാരികളുടെ അടുത്തുമൊക്കെ ഈ കാര്യം ബോധിപ്പിച്ചു. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും ഇവിടെ മെയിൻ്റനൻസ് പണി നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടു വന്ന ചേച്ചി പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ ഇപ്പോഴും ഭയം നിഴലിക്കുന്നുണ്ട്. ഇതാരാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ? ആരാണ് ഇതിന് മറുപടി നൽകേണ്ടത് ഡാനി? തീർച്ചയായും ഉദയംപേരൂർ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അവർ നടപടിയെടുക്കേണ്ടതാണ്. കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് കാര്യങ്ങൾ പറയേണ്ടതാണ്. നമുക്കിപ്പോൾ ഈ പരിസരവാസികളടക്കമുള്ളവർ ചേരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാലപ്പഴക്കം, കാരണങ്ങൾ, ഇതെല്ലാം കുറിച്ച് നമ്മൾ പലതവണ പരാതിപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഒരുപാട് തവണ ഇവിടുത്തെ ജീവനക്കാരനെ പരാതിപ്പെട്ട കേസാണ്. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ തൂണ് ചാരി നിൽക്കുന്ന സമയത്താണ് ഈ ഞെരിങ്ങണ സൗണ്ട് കേട്ടിട്ട് ചേച്ചി അങ്ങോട്ട് ചാടുകയോ ചെയ്തത്. ആ ചാട്ടത്തിൻ്റെ സമയത്ത് ഫസ്റ്റ് കയറാനുള്ള കുട്ടി ഗേറ്റിൻ്റെ അവിടെ വീഴുകയും ചെയ്തു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. മഹാഭാഗ്യം എന്ന് വേണമെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത്രയും കാലപ്പഴക്കം ചെന്ന സാധനത്തിൻ്റെ പല കാര്യങ്ങളും ധരിപ്പിച്ചിട്ട് പോലും അതൊന്നും ചെയ്യാൻ ഇതായിട്ട് കാണിച്ചില്ല. പിന്നെ തൊട്ടപ്പുറത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്, ഇതേ രീതിയിൽ തന്നെ. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇന്ന് സെലിബ്രേഷൻ ഉച്ചയ്ക്ക് ശേഷം അവർ പ്രാക്ടീസ് ചെയ്തിട്ട് നാളത്തെ സെലിബ്രേഷന് വേണ്ടി കൊണ്ടുവരുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ കാണുന്നത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ള, മഹാഭാഗ്യം കൊണ്ട് ഒരാളുടെ മേത്തുനിന്ന് പോലും ഒരു തുള്ളി ചോര വീണില്ല എന്നുള്ളത് ദൈവത്തിനോട് നന്ദി പറയുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മഹാഭാഗ്യം തന്നെയാണ് ഉണ്ടായത്. കാരണം അല്ലായെങ്കിൽ നമ്മൾ രാവിലെ ഈ വാർത്ത ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു, പക്ഷേ ആർക്കും തന്നെ പരിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ആശ്വാസത്തിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആഘാതം മനസ്സിലാകും. എത്ര വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്നതിൻ്റെ നേർചിത്രമാണിത്. കാരണം ഇതിനകത്ത് ഇരുന്ന് പഠിക്കേണ്ട 12ഓളം പേർ, 6 പേർ ഇവിടെയും അതിനപ്പുറത്തുള്ള ക്ലാസ്സിൽ 6 പേരുമായിട്ട് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഒരു അല്പമാത്രം. കാരണം ക്ലാസ് തുടങ്ങുന്നതിന് ഏതാനും നിമിഷം മുൻപ് മാത്രമാണ് ഇത് സംഭവിച്ചത്. വന്നിരുന്ന ഒരു കുട്ടിയെ ചേച്ചി തൊട്ട് അപ്പുറത്തേക്ക് ആ സമീപത്ത് അവിടെ നിൽക്കാനായിട്ട് പറയുകയും അവർ ഇവിടെ ഇതിനകത്ത് തൂത്തുവാരുകയും എല്ലാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചൂല് അടക്കം ഇവിടെ കിടക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ നിന്ന് ചാടി പുറത്തേക്ക് വന്നപ്പോൾ അവരിവിടുന്ന് വീണുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന ഒരു കുട്ടിയോട് അവിടെ നിൽക്കാനെല്ലാം പറഞ്ഞിരുന്നു. അത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് സമയത്തിലേക്ക് കുറച്ച് നീണ്ടുപോയിരുന്നില്ല, നമുക്കത് പറയാൻ പോലും അങ്ങനെ പറയരുത്. പക്ഷേ വലിയ രീതിയിലേക്ക് ഒരു ദുരന്തത്തിലേക്കെല്ലാം തന്നെ പോകുമായിരുന്നു. നമ്മുടെ കൺമുന്നിൽ ഇതാകുമായിരുന്നില്ല കാഴ്ച എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും
വലിയ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥ കണ്ട് കണ്ണു തുറക്കേണ്ടതാണ് അധികാരികൾ. കാരണം ഇതുപോലുള്ള ഇത്തരം പരാതികളും പരിദേവനങ്ങളും എല്ലാം നിരവധി ഉടനടി നടപടിയെടുക്കേണ്ടത് സംഭവിക്കാതിരിക്കട്ടെ എന്നത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. പക്ഷെ ഇവിടെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അവർ തന്നെ മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഈ കുട്ടികളുടെ തുടർ പഠനം ഇനി എവിടെയായിരിക്കും? ആ കാര്യത്തിന് കൂടി ഒരു മറുപടി നൽകേണ്ടതല്ലേ? ആരാണതിന് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? തുടർ പഠനം എവിടെയായിരിക്കും കുട്ടികളുടെ? ടോം, ഇതിന് തൊട്ടപ്പുറത്ത്, കാരണം ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഈ GGBS എന്ന് പറയുന്നത് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു വിദ്യാലയമാണ്. 4 വരെ ഒരു ബേസിക് സ്കൂൾ എന്ന രീതിയിലുള്ളതായിരുന്നു. ഇതിന് ശേഷം ഇതിന് തൊട്ടപ്പുറത്ത് അത് ഒരു നല്ല കെട്ടിടത്തിൽ അത്തരം സംവിധാനങ്ങൾ, ആ ക്ലാസ് മുറികളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ പഴയ ക്ലാസ് മുറികൾ അത് ഉപയോഗിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതിൽ അങ്കണവാടിയും അതോടൊപ്പം തന്നെ ഈ LKG സംഘടിപ്പിച്ചത്. 12 കുട്ടികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അവരെ താൽക്കാലികമായിട്ട് അവിടേക്ക് മാറ്റുവാനുള്ള ഒരു സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അവരെ പഠനം മുടങ്ങില്ല. പക്ഷേ അതിനപ്പുറം ഇതിന് ഇനിയും സുരക്ഷിതമായിട്ട് ഇവർക്ക് ഈ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ രീതിയിലേക്കെല്ലാം തന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള സത്രമായ നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള ഈ രക്ഷപ്പെടലുകൾ എല്ലാ സമയത്തും എല്ലായിടത്തും തന്നെ അങ്ങനെ ഉണ്ടായാൽ നല്ലത്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളമാണ് എന്നത് കൂടി അത് പരിശോധിക്കണം. ആ രീതിയിലേക്ക് എവിടെയും ആരെയും തള്ളിവിടാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അതിൽ നിന്ന് തൊട്ടടുത്ത മുറി ഇതാണ്. ഇവിടെയാണ് അതിൻ്റെ ഒരു LKG ഭാഗമെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ കെട്ടിടം മുഴുവനായും തന്നെ ഇത് പൊളിച്ച് നീക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. അത്തരം സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്കടക്കം കടക്കേണ്ടതുണ്ട്. എന്തായാലും അതിന് തൊട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ ഭാഗത്താണ് പുതിയ കെട്ടിടമടക്കമുള്ള കാര്യങ്ങൾ പണിതീർത്തിട്ടുള്ളത്. അതിൽ താരതമ്യേന മികച്ച കെട്ടിടങ്ങളെല്ലാം തന്നെയാണ് അവിടെ. അതെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും അവർക്ക് ഈ കുട്ടികളുടെ ഒരു തുടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ദിവസങ്ങളെല്ലാം അവർക്ക് നഷ്ടമാകാതിരിക്കും. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ പിറകിൽ നിന്നുള്ള കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. കാരണം ഈ രീതിയിൽ മുഴുവനായിട്ട് ഈ മേൽക്കൂര എന്ന് പറയുന്ന ഈ ഭാഗം ഇത് നോക്കുക. ആ മേൽക്കൂര മുഴുവനായിട്ട് അതിനകത്തേക്ക് ഇരുന്ന് പോയിരിക്കുകയാണ്. പൂർണ്ണമായും തന്നെ തകർന്ന് അതിനകത്തേക്ക് വീണു. അതിൽ നിന്ന് ആരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ബാക്കി നിൽക്കുന്നു എന്നതാണ്. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു അലംഭാവവുമില്ലാതെ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതിൽ നേരത്തെയും നൽകിയ പരാതികളടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ വേണ്ടതായിരുന്നു. ഏതായാലും ഇത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതായിരുന്നു എന്ന് മാത്രമേ ഇതിനടുത്ത് നിന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നടന്നത് തികച്ചും വലിയ രീതിയിൽ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം കണ്ടനാടാണ് അങ്കനവാടി കെട്ടിടം തകർന്നു വീണത്. കുട്ടികൾ എത്തുന്നതിന് മുൻപ് ആണ് ഈ ദുരന്തം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. പക്ഷെ ഇതുപോലെ കാലപ്പഴക്കം ചെന്ന പല കെട്ടിടങ്ങളിലും